വൾണറബിലിറ്റി അസസ്മെൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് എന്താ പറയുന്നത് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസെപ്റ്റ് ഓഫ് വൾണറബിലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രി ടു വിച്ച് സിസ്റ്റം ഈസ് എക്സ്പോസ്ഡ് ആൻഡ് സസ്പെക്റ്റബിൾ ടു ദ അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് എ ഗിവൺ ഹസാർഡ്. അതായത് ഇപ്പോൾ ഒരു ഹസാർഡ് നടക്കുകയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഹസാർഡ് ഉണ്ട് അവിടെ. ഹസാർഡ് വെച്ചാൽ എന്താ അറിയില്ലേ, അപകടം അല്ലെങ്കിൽ എന്താണ് അപകട സാധ്യതയുള്ള സ്ഥലത്തിനാണ് നമ്മൾ ഒരു സംഭവത്തിനാണ് ഹസാർഡ് എന്ന് പറയും. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു വാട്ടർ ടാങ്കിൽ നമ്മൾ ടോട്ടലൊരു 3 കാലിലെ വാട്ടർ ടാങ്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു ഭൂമി കുലുക്കോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് ഈ 3 കാലിലെ വാട്ടർ ടാങ്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട്, പൊട്ടി വീഴാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. പകരം നമ്മൾ ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള 4 ഭാഗത്തുനിന്നും നല്ല രീതിയിലുള്ള സപ്പോർട്ടുള്ള ഒരു വാട്ടർ ടാങ്കാണെന്നുണ്ടെങ്കിൽ അതിനെന്താണ് ഈ വൾണറബിലിറ്റി എന്ന് പറയുന്ന സാധനം കുറച്ച് കുറവാണ്. അത് വൾണറബിലിറ്റി കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വീണു പോകും. വൾണറബിലിറ്റി കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, വീണു പോകില്ല. വൾണറബിലിറ്റി കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെസിസ്റ്റൻസ് കൂടുതലാണെന്നാണ്. റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ, ഒരു സംഭവത്തിനോട് എതിർത്ത് നിൽക്കാൻ വേണ്ടി പറ്റുന്ന ശക്തിയാണ് എന്താ പറയുന്നത്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 4 കാലിന് റെസിസ്റ്റൻസ് കൂടുതലും 3 കാലിന് റെസിസ്റ്റൻസ് എന്താ ചെയ്തത്, കുറവാണുള്ളത്. അതൊരു ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശക്തിനാണ് എന്താ പറയുന്നത്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി വൾണറബിലിറ്റി എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടി വീഴാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള കാര്യങ്ങൾ, അതായത് അപകട സാധ്യത കൂടുതലില്ലേ സാധനത്തിനാണെന്ന് പറയുന്നത് വൾണറബിൾ എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് വൾണറബിൾ എന്താണ്, ഈ ഒരു സാധനം ഭയങ്കര വൾണറബിളാണ്, പക്ഷെ ഇതെന്തല്ല അത്രത്തോളം വൾണറബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇത് എത്രത്തോളം ഇതിൻ്റെ എത്രത്തോളമാണ് ഇത് വൾണറബിൾ എന്നുള്ള കാര്യം, എത്രത്തോളം ഇത് പൊട്ടി വീഴാൻ വേണ്ടി സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അളക്കുന്നതിനാണെന്ന് പറയുന്നത് വൾണറബിലിറ്റി അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഹസാർഡ് വരുന്ന സമയത്താണ് നമുക്ക് ഈ കാര്യം അറിയേണ്ടത്. അതായത് ഈ ഹസാർഡ് വരുന്ന സമയത്ത് എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് കണക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വൾണറബിലിറ്റി അസസ്മെൻറ്റ് നമ്മൾ നടത്തുന്നത്. അതേപോലെ തന്നെ ഈ ഇതിൻ്റെ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ എക്സ്പോഷർ ടു റിസ്ക് ആൻഡ് ആൻ ഇന്നബിലിറ്റി ടു അവോയ്ഡ് ഓർ അബ്സോർബ് പൊട്ടൻഷ്യൽ ഹാം. അതായത് എപ്പോഴും റിസ്ക്കിന് ഭയങ്കര എക്സ്പോഷറായിട്ട് നിൽക്കും, റിസ്ക് കൂടുതലുള്ളതാണ്. അതേപോലെ തന്നെ ഇതിനൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ വരാൻ വേണ്ടി പോകുന്ന ആ ഹാംനെസ്, അതായത് പെട്ടെന്നൊരു കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം പൊട്ടി വീഴാൻ വേണ്ടി സാധ്യതയുണ്ട്. നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ വൾണറബിലിറ്റി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ, എൻവയോൺമെൻറ്റൽ, അതേപോലെ തന്നെ സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, കൾച്ചറൽ, അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി ഈ വൾണറബിലിറ്റി എങ്ങനെ അളക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം എക്സ്പോഷർ ഉണ്ട്, അതേപോലെ തന്നെ എത്രത്തോളം റെസിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം റെസിലിയൻസ് ഉണ്ട്, അതും കൂടെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വൾണറബിലിറ്റി എന്ന് പറയുന്ന സംഭവം നമ്മൾ ശരിക്കും അളന്ന് നോക്കും, മെഷർ ചെയ്യുന്നു. ഇനി എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം റിസ്ക്കിലാണ് ഒരു പ്രോപ്പർട്ടി എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ ഇല്ലാണ് എക്സ്പോഷർ എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, എത്രത്തോളം നല്ല ലോസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നത്. ഇനി റെസിലിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് നമുക്കിത് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും, അതായത് മുന്നത്തെ സ്റ്റേജിലേക്ക് റിക്കവർ ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഒരു ഡിസാസ്റ്ററിന് ശേഷം മുന്നത്തെ സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല ആ ഒരു എബിലിറ്റിനെയാണ് എന്ത് പറയുന്നത്, റെസിലിയൻസ് പറയുന്നത്. ഇനി വൾണറബിലിറ്റിൻ്റെ ടൈപ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്താണ് ഫിസിക്കൽ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഫിസിക്കൽ വൾണറബിലിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന് വരാൻ വേണ്ടി പോകുന്ന പൊട്ടൻഷ്യലായിട്ടുള്ള ലോസസിനാണെന്ന് പറയുന്നത് ഫിസിക്കൽ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. അതിനകത്ത് റോഡ്സിന്, ബ്രിഡ്ജസ്, റെയിൽവേസ്, റേഡിയോ, ടെലികമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് വേറെ കുറേ ഇമ്പോർട്ടൻ്റ് ഫിസിക്കലായിട്ടുള്ള, അതായത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന, തൊടാൻ വേണ്ടി പറ്റുന്ന കാര്യത്തിനല്ല എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ളതെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പോകുന്നത്, അതായത് ഒരു ഡിസാസ്റ്റർ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നശിച്ചു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ നശിച്ചു പോകുന്ന ആ ഒരു ഫിസിക്കലായിട്ടുള്ള കാര്യത്തിനാണ് എന്ത് പറയുന്നത്, ഫിസിക്കൽ വൾണറബിലിറ്റി പറയുന്നത്. അതേപോലെ തന്നെ ഹ്യൂമൻ പോപ്പുലേഷനും എന്തിൽ പെടും, ഈ ഒരു ഫിസിക്കൽ വൾണറബിലിറ്റിയിൽ പെടും. അതിനകത്ത് ഹ്യൂമൻ പോപ്പുലേഷന് ഇഞ്ചറീസോ ഡെത്തോ കാര്യങ്ങളോ വരുന്നതിൽ എന്തിനു കൊടുക്കും, നമ്മൾ ഫിസിക്കൽ വൾണറബിലിറ്റിയിൽ കൂട്ടും. അതേപോലെ തന്നെ ഈ വൾണറബിലിറ്റി പിന്നെയും അനലൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷൻസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക്
വൾണറബിലിറ്റി നമുക്ക് അതായത് സ്ട്രക്ചറൽ ടൈപ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ വൾണറബിലിറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ അതേ സിമിലർ ഡാമേജ് പെർഫോമൻസ് കാണിക്കുന്ന രീതിയിലുള്ള, അതായത് ഇപ്പോൾ 2 ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് ഈ 2 ബിൽഡിങ്ങും ഒരേ കണക്ക് കെട്ടിയിട്ടുണ്ടെങ്കിലും, കാണുമ്പോൾ ഒരേ കണക്ക് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ 2 ഒരേപോലെ കെട്ടിയിട്ടുണ്ട്, പക്ഷേ രണ്ട് ഏരിയയിലാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ വൾണറബിലിറ്റി 2 വ്യത്യാസം ഉണ്ടാകും. അതേപോലെ തന്നെ 2 ഒരേപോലത്തെ ബിൽഡിങ് മെറ്റീരിയൽ മോശമായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഒന്നിങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട്, പെട്ടെന്ന് പൊളിഞ്ഞു പോകാൻ വേണ്ടി ചില സാധ്യതയുണ്ട്. അതിന് സോഷ്യൽ വൾണറബിലിറ്റി എന്ന് വെച്ചാൽ ഒരു ഡിസാസ്റ്റർ നടന്നതിന് ശേഷം സോഷ്യൽ, എക്കണോമിക്, അതേപോലെ തന്നെ പൊളിറ്റിക്കലായിട്ട് സിസ്റ്റത്തിന് എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ലോസ് പറ്റുമോ എന്നുള്ള കാര്യം നോക്കുന്നതിനാണെന്ന് പറയുന്നത് സോഷ്യൽ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. അതായത് കുട്ടികൾ, ചിൽഡ്രൻ, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൺ, ലാക്ടേറ്റിംഗ് ആയിട്ടുള്ള വുമൺ, സിംഗിൾ പാരൻസ്, ഫിസിക്കലി ആൻഡ് മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർ, പുവർ ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ആൾക്കാർ, സോഷ്യൽ ക്ലാസ് മോശമായിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ കാസ്റ്റ്, എത്നിസിറ്റി, ജെൻഡർ, ഫാമിലി സിസ്റ്റം, പൊളിറ്റിക്കൽ സിസ്റ്റം, എക്കണോമിക് സിസ്റ്റം, അതേപോലെ തന്നെ കൾച്ചറൽ വാല്യൂസ്, ഈ കാര്യങ്ങളെല്ലാം ഒരു ഹസാഡ്, ഒരു അപകടത്തിന് ശേഷം അതിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളെല്ലാം മാറിപ്പോവാണ്. അതായത് ഒരു ഫാമിലി അങ്ങനെ തന്നെ ഇല്ലാണ്ടായി പോവാണ്, അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാസ്റ്റ് വൈസായിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളെല്ലാം അവിടെ വരുവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനാണെന്ന് പറയുന്നത് സോഷ്യൽ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇത് ഫിനാൻഷ്യലായിട്ടും അതേപോലെ തന്നെ സോഷ്യലായിട്ടും നാച്ചുറലായിട്ടും ഫിസിക്കലായിട്ടും ഹ്യൂമൻ ക്യാപിറ്റൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വൾണറബിലിറ്റി നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. അതായത് ഇവർക്കും എന്ത് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട്, ഈ ഒരു വൾണറബിലിറ്റി ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സിസ്റ്റം, ഗ്രൂപ്പും കാര്യങ്ങളെല്ലാം എന്തായിപ്പോവും, ഈ ഒരു അപകടത്തിന് ശേഷം അങ്ങനെ തന്നെ എന്തായി പോകാൻ വേണ്ടി സാധ്യതയുണ്ട്, ഇല്ലാണ്ടായി പോകാൻ വേണ്ടി, ഡീഗ്രേഡ് ചെയ്ത് പോകാൻ വേണ്ടി സാധ്യതയുണ്ട്. അതിനൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു അപകട കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും എന്ത് നോക്കും, നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം നോക്കണമെന്നില്ല. ഈവൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടെങ്കിൽ പോലും നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നോക്കുന്നുണ്ടാവുക. ഇനി എക്കണോമിക് വൾണറബിലിറ്റി എന്ന് വെച്ചാൽ അതായത് എക്കണോമിക് അസറ്റിന് മുകളിലുള്ള വൾണറബിലിറ്റി അളക്കുന്നതിനാണ് എന്ന് പറയുന്നത് എക്കണോമിക് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിൻ്റെ ഇൻട്രപ്ഷൻ, അതായത് ബിസിനസ് ഇൻട്രപ്റ്റ് ആയി പോവുക, അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ലോസ് ആയി പോവുക, സെക്കൻഡറി എഫക്റ്റ്, അതായത് ഈ പോവർട്ടി, ജോബ് ലോസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട്. ഈ കാര്യങ്ങൾ കൊണ്ട് മോശമാകാൻ വേണ്ടിയിട്ട്, അതായത് ഇൻക്രീസ് ആകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതായത് പോവർട്ടിയും ജോബ് ലോസൊക്കെ ഇൻക്രീസ് ആവും, അതേപോലെ തന്നെ ഈ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒക്കെ പോകും. അതേപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്കണോമിക് സെക്ടറിൽ വരുന്ന എല്ലാ നഷ്ടത്തിനും എന്ത് വിളിക്കും, എക്കണോമിക് വൾണറബിലിറ്റി എന്ന് പറയും. അതേപോലെ തന്നെ എക്കണോമിക് വൾണറബിലിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തിലേക്ക് പോകും, സോഷ്യൽ വൾണറബിലിറ്റിയിലേക്ക് എത്തും. അത് ഇപ്പോൾ അസസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്കണോമിക് വൾണറബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ സോഷ്യൽ വൾണറബിലിറ്റിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇനി എക്കോളജിക്കൽ അല്ല എൻവയോൺമെൻറ്റൽ വൾണറബിലിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഒരു എക്കോസിസ്റ്റം നശിച്ചു പോയി എന്നുള്ള കാര്യം നോക്കുന്നതാണ് എന്ത്, എക്കോളജിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. അതായത് സ്ട്രക്ചറും ഫങ്ഷനും കോമ്പോസിഷനും എല്ലാം എന്ത് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട്, ഈ ഒരു ഹസാർഡസ് കണ്ടീഷനിൽ മാറിപ്പോകാൻ വേണ്ടി സാധ്യതയുണ്ട്. അതിപ്പോൾ ഒരു എന്തെങ്കിലും രീതിയിലുള്ള ഫ്ലഡോ അല്ലെങ്കിൽ സുനാമി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഒരു സ്ഥലത്ത് ചെറിയൊരു കുന്നുണ്ടെങ്കിൽ ആ കുന്ന് അങ്ങനെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട്, ഇല്ലാണ്ടാകാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുന്ന് ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, ജസ്റ്റ് ഒരു പരന്ന സ്ഥലം മാത്രമായിരിക്കും. അപ്പം എന്തായി മാറി, സ്ട്രക്ചർ മാറി, അതിൻ്റെ ഫങ്ഷൻ മാറി, അതേപോലെ തന്നെ അതിനുണ്ടാക്കിയിട്ടുള്ള കോമ്പോസിഷൻ. കുന്ന് പറയുമ്പോൾ കല്ലും മണ്ണെല്ലാം ഉണ്ടായിരുന്നാൽ ഇപ്പോൾ അവസാനം എന്തായി മാത്രമേ മണ്ണ് മാത്രമായിട്ട് മാറുന്ന അവസ്ഥ. ഓക്കെ, അതാണ് ടൈപ്സ് ഓഫ് വൾണറബിലിറ്റീനകത്ത് വരുന്നത്.